വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ഭാഗമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സിലെ ഒന്നാമത്തെ അധ്യായമായ ഇൻട്രഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു ആമുഖം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരിട്ട് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് 2016 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിൽ ഹൈറ്റ്, വെയ്റ്റ്, പേഴ്സണാലിറ്റി, ഇൻകം. രണ്ടാമത്തെ ഓപ്ഷനിൽ ആപ്റ്റിറ്റ്യൂഡ്, ഇൻ്റലിജൻസ്, സാലറി, ഹോണസ്റ്റി. ഇങ്ങനെ 2 ഓപ്ഷനുകളിലും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്കും ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്കും ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിൽ ഹൈറ്റ്, വെയ്റ്റ്, പേഴ്സണാലിറ്റി, ഇൻകം. ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം തുടങ്ങിയവ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം. പേഴ്സണാലിറ്റി ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഗുണനാത്മകമായ ദത്തങ്ങൾക്ക് ഉദാഹരണമാണ്. പേഴ്സണാലിറ്റി, വ്യക്തിത്വം. അപ്പോൾ അതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷനിൽ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം ഏതാണ്? പേഴ്സണാലിറ്റി എന്നാണ്. രണ്ടാമത്തെ നോക്കിയേ, ആപ്റ്റിറ്റ്യൂഡ്, ഇൻ്റലിജൻസ്, സാലറി, ഹോണസ്റ്റി. ആപ്റ്റിറ്റ്യൂഡ്, ഇൻ്റലിജൻസ്, ഹോണസ്റ്റി തുടങ്ങിയവ ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. സാലറി എന്തിന് ഉദാഹരണമാണ്? ശമ്പളം. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാ? രണ്ടാമത്തെ ഓപ്ഷനിൽ സാലറിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിലെ ഓഡ് 1 പേഴ്സണാലിറ്റി, രണ്ടാമത്തെ ഓപ്ഷൻ്റെ ഓഡ് 1 സാലറിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എഴുതി വെച്ചാൽ, ഈ 2 ഉത്തരം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2019 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റോൾ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാലും, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാലും, യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാലും, സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാലും, എക്സാമിന് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചാലും നമ്മൾ ഒരേ ഉത്തരമാണ് എഴുതേണ്ടത്. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റോള്, പ്രാധാന്യം എഴുതുമ്പോൾ നമ്മൾ 4 പോയിൻ്റാണ് പ്രധാനമായിട്ടും പറയേണ്ടത്. ഒന്ന്, ഇറ്റ് സിംപ്ലിഫൈ ദി ഡാറ്റ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? വിവരങ്ങളെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, എളുപ്പത്തിലാക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ വിവരങ്ങൾ, ഡാറ്റ പട്ടിക രൂപത്തിലും ടേബിൾ രൂപത്തിലും ഡയഗ്രം രൂപത്തിലൊക്കെയാണ്, ഗ്രാഫ് രൂപത്തിലൊക്കെയാണ് വിവരങ്ങൾ അവതരിപ്പിക്കുന്നത്, ഡാറ്റയെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ പട്ടിക രൂപത്തിലും ഗ്രാഫ് രൂപത്തിലും അവതരിപ്പിച്ച വിവരങ്ങൾ എന്താണ്? സിംപ്ലിഫൈ ചെയ്ത വിവരങ്ങളാണ്. അപ്പോൾ ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്യാൻ, വിവരങ്ങളെ എളുപ്പത്തിലാക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ റോള്. രണ്ടാമത്തെ റോൾ എന്താ? ടു ഹെൽപ്പ് ഇൻ ഷാർപ്പൻ തിങ്കിങ്. നമ്മുടെ ചിന്തയെ സൂക്ഷ്മമാക്കുവാൻ എന്ത് സഹായിക്കുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ വിവരങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു ടേബിൾ രൂപത്തിലും പട്ടിക രൂപത്തിലും ഗ്രാഫ് രൂപത്തിലൊക്കെയാണ്. ഇങ്ങനെ പട്ടിക രൂപത്തിലും ഗ്രാഫ് രൂപത്തിലും അവതരിപ്പിച്ച വിവരങ്ങൾ എഴുത്തു രൂപത്തിൽ അവതരിപ്പിച്ച വിവരങ്ങളെക്കാൾ നമ്മളെ ചിന്തിപ്പിക്കും. അപ്പോൾ നമ്മുടെ ചിന്തയെ സൂക്ഷ്മമാക്കുവാൻ സഹായിക്കുന്നു. ടു ഹെൽപ്പ് ഇൻ ഷാർപ്പൻ തിങ്കിങ്. അതാണ് രണ്ടാമത്തെ റോള്. മൂന്നാമത്തെ എന്താണ്? ഇറ്റ് എനേബിൾസ് കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്. വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് എക്സ്പോർട്ടും ഇമ്പോർട്ടും കയറ്റുമതി ഇറക്കുമതിയും തമ്മിലൊക്കെ താരതമ്യം ചെയ്യാൻ, ഇങ്ങനെ വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിൽ താരതമ്യ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട്, കമ്പാരിസൺ സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. അടുത്ത റോൾ എന്താണ്? ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിൽ താരതമ്യം പഠിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കാനായി നമുക്ക് എന്തുപയോഗിക്കാം? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം.
പ്രൈസും ഡിമാൻഡും, വിലയും ചോദനവും തമ്മിൽ, പ്രൈസും സപ്ലൈയും, വിലയും പ്രധാനവും തമ്മിൽ, ഇങ്ങനെ പ്രൈസും ഡിമാൻഡും പ്രൈസും സപ്ലൈ ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കാനും വേണ്ടിയിട്ടും അതിൻ്റെ ബന്ധം പഠിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. അപ്പോൾ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു 4 പോയിൻ്റാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതി വെക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യന് 2013 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫാൾസ്. താഴെ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ, അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുണ്ട്, പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ആ താഴെ കൊടുത്തിട്ടുള്ള 2 പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ, അതിൽ ഏതാണ് ട്രൂ ഏതാണ് ഫാൾസ്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് ഇൻ ഫൈൻഡിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇക്കണോമിക് വേരിയബിൾസ്. വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. നമ്മൾ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു പോയിൻ്റാണ്, വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ, ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ട്രൂ ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്, ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ ദെയർ ഏജ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ ക്ലാസിഫൈ ചെയ്തു, തരംതിരിച്ചു. വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ, ഏജിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഉദാഹരണമാണ്, അഥവാ ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രസ്താവന. ഏജ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്, അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അല്ല, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. കാരണം ഏജ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ് ആണ്, തെറ്റാണ്. കാരണം ഏജ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നാണ് വിളിക്കേണ്ടത്, അല്ലാണ്ട് ക്വാളിറ്റേറ്റീവ്, ഈ പ്രസ്താവനയിൽ, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്നല്ല വിളിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് ആണ്, തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂവും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ഉത്തരം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2015 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദി യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഉപയോഗം എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിന് പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഉപയോഗമാണുള്ളത്. ഏതൊക്കെയാണ് 4 തരത്തിലുള്ള ഉപയോഗം? ഒന്ന്, ഇറ്റ് സിംപ്ലിഫൈ ദി ഡാറ്റ. വിവരങ്ങളെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, എളുപ്പത്തിലാക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിവരങ്ങളെ, എഴുത്തുരൂപത്തിൽ അവതരിപ്പിച്ച മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിവരങ്ങളെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പട്ടിക രൂപത്തിലും ഗ്രാഫ് രൂപത്തിലൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ പട്ടിക രൂപത്തിലും ഗ്രാഫ് രൂപത്തിലൊക്കെ അവതരിപ്പിച്ച് വിവരങ്ങളെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, എളുപ്പത്തിലാക്കുന്നുണ്ട്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നാമത്തെ ഉപയോഗം. രണ്ടാമത്തെ യൂസ് എന്താണ്? ടു ഹെൽപ്പ് ഇൻ ഷാർപ്പിൻ തിങ്കിങ്. ചിന്തയെ സൂക്ഷ്മമാക്കുവാൻ എന്ത് സഹായിക്കുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ പട്ടിക രൂപത്തിലും ഗ്രാഫ് രൂപത്തിലും അവതരിപ്പിച്ച വിവരങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കും. എഴുത്തു രൂപത്തിൽ അവതരിപ്പിച്ച വിവരങ്ങളെക്കാൾ കൂടുതൽ സീരിയസ്നെസ് നമുക്ക് എവിടെ ലഭിക്കും? പട്ടിക രൂപത്തിലും ഗ്രാഫ് രൂപത്തിലും വിവരങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ലഭിക്കും. അപ്പോൾ ചിന്തയെ സൂക്ഷ്മമാക്കുവാൻ സഹായിക്കുന്നു. ടു ഹെൽപ്പ് ഇൻ ഷാർപ്പൻ തിങ്കിങ്. അതാണ് രണ്ടാമത്തെ യൂസ്, രണ്ടാമത്തെ ഉപയോഗം. മൂന്നാമത്തെ എന്താണ്? ഇറ്റ് എനേബിൾസ് കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്. വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിൽ ഒരു കമ്പാരിസൺ സ്റ്റഡീസ്, താരതമ്യ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഉദാഹരണം എക്സ്പോർട്ടും ഇമ്പോർട്ടും, കയറ്റുമതി ഇറക്കുമതിയും തമ്മിലുള്ള കമ്പാരിസൺ സ്റ്റഡി. ഇങ്ങനെ വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഉപയോഗിക്കാം. നാലാമത്തെ ഉപയോഗം എന്താണ്? ഇറ്റ് സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിന് വേണ്ടിയിട്ടും, റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, ബന്ധം പഠിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എന്തുപയോഗിക്കാം? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. പ്രൈസും ഡിമാൻഡും, വിലയും ചോദനവും തമ്മിൽ, അതുപോലെ തന്നെ
പ്രൈസും സപ്ലൈയും, വിലയും പ്രധാനവും തമ്മിലുള്ളൊക്കെ ബന്ധം പഠിക്കാൻ വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. അപ്പോൾ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഈ 4 ഉത്തരമാണ് പ്രധാനമായിട്ടും. ഈ 4 ടോപ്പിക്കാണ്, ഈ 4 പോയിൻ്റാണ് നിങ്ങൾ പ്രധാനമായിട്ടും എഴുതി വെക്കേണ്ടത്. 1, ഇറ്റ് സിംപ്ലിഫൈ ദി ഡാറ്റ. 2, ടു ഹെൽപ്പ് ഇൻ ഷാർപ്പൻ തിങ്കിങ്. 3, ഇറ്റ് എനേബിൾസ് കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്. 4, ഇറ്റ് സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2013 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ടെൽ യുവർ ഫ്രണ്ട് ഓഫ് ദ സയൻസ് സ്ട്രീം വൈ യു ലേൺ സ്റ്റാറ്റിസ്റ്റിക്സ് അലോങ് വിത്ത് ഇക്കണോമിക്സ്. നിങ്ങളുടെ സയൻസ് ഗ്രൂപ്പിൽ പഠിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് എന്തുകൊണ്ടാണ് ഇക്കണോമിക്സിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ഇക്കണോമിക്സിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വിഷയം കൂടി പഠിക്കുന്നത് എന്ന് നിങ്ങളുടെ സയൻസ് സ്ട്രീമിൽ പഠിക്കുന്ന, സയൻസ് ഗ്രൂപ്പിൽ പഠിക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട്, സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്, നമ്മുടെ ഈ ഫോക്കസ് ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന, ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്കായിരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്, അഥവാ വൈ ഇക്കണോമിക്സ്, വൈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്, എന്തിനാണ് ഇക്കണോമിക്സിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ആ ടോപ്പിക്കിൽ നമ്മൾ 4 പോയിൻ്റാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരുന്നത്. ഒന്നാമത്തെ പോയിൻ്റ് എന്തായിരുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇക്കണോമിക്സ് ആർ ക്ലോസ്ലി അസോസിയേറ്റഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും ഇക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ആൻ ഇൻവിറ്റബിൾ ടൂൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഇക്കണോമിസ്റ്റ്. എക്കണോമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ടൂളാണ്. ഇറ്റ് ഹെൽപ്പ് ഹിം ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് ഇക്കണോമിക്സ് പ്രോബ്ലംസ്. ഇക്കണോമിയിലുള്ള, സമ്പദ് വ്യവസ്ഥയിലുള്ള വിവിധ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇക്കണോമിസ്റ്റുകളെ, സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, പണപ്പെരുപ്പം, പണച്ചുരുക്കം, ഇത്തരത്തിലുള്ള ഇക്കണോമി പ്രോബ്ലംസ്, സാമ്പത്തിക പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിസ്റ്റുകൾ എന്തുപയോഗിക്കുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ ഇൻ ഇക്കണോമിക്സ് ആർ സിംപ്ലിഫൈഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിവരങ്ങളെ, ഇക്കണോമിക്സിൽ കൊടുത്തിട്ടുള്ള മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സംഖ്യാപരമായ വിവരങ്ങളെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പട്ടിക രൂപത്തിലും ഗ്രാഫ് രൂപത്തിലൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വിവരങ്ങളെ സിംപ്ലിഫൈ ചെയ്യുന്നു. എന്തൊക്കെ ഉപയോഗിച്ചിട്ട്? ടേബിളുകളും ഗ്രാഫുകളൊക്കെ ഉപയോഗിച്ചിട്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ എന്താണ്? ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. ഇറ്റ് മേക്ക് ഡാറ്റ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ ലഭിക്കുന്ന, അവതരിപ്പിക്കുന്ന വിവരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങളാണ്. ഇങ്ങനെ പട്ടിക രൂപത്തിലും ഗ്രാഫ് രൂപത്തിലൊക്കെ അവതരിപ്പിച്ച വിവരങ്ങൾ ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താ? ഗവൺമെൻറ് മേക്ക് പ്ലാൻസ് ആൻഡ് പോളിസീസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഗവൺമെൻറ് പല സുപ്രധാനപരമായിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ 4 പോയിന്റ് എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2016 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഗുണനാത്മകമായ തരംതിരിക്കലിനും, അഥവാ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഗുണനാത്മകമായ ദത്തങ്ങൾക്കും, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ്റെ അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ മലയാളം എന്താണ്? പരിണാത്മകമായ ദത്തം അഥവാ പരിണാത്മകമായ തരംതിരിക്കൽ. ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്കും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്കും, ഗുണനാത്മകമായ ദത്തങ്ങൾക്കും പരിണാത്മകമായ ദത്തങ്ങൾക്കും 2 വീതം ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്കും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്കും 2 വീതം ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് അഥവാ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന് ഉദാഹരണം എന്തൊക്കെയാണ്? 2 ഉദാഹരണം. 1 ബ്യൂട്ടി, 2 ഹാപ്പി. അതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് അഥവാ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഉദാഹരണം. ബ്യൂട്ടി, ഹാപ്പി. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഉദാഹരണം എന്തൊക്കെയാണ്? അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? 1 മാർക്ക്, 2 ഇൻകം. അപ്പോൾ
ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്കും ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്കും രണ്ട് ഉദാഹരണങ്ങൾ, ഈ രണ്ട് ഉദാഹരണം എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2013 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ടെൽ യുവർ ഫ്രണ്ട് ദ 2 ഡിസ്റ്റിങ്ക്റ്റ് സെൻസ് ഇൻ വിച്ച് ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ്. ഇല്ലുസിഡേറ്റ്. നിങ്ങളുടെ സുഹൃത്തിനോട് 2 തരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നതിനെ പറ്റി 2 തരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാനാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് സ്റ്റാറ്റിസ്റ്റിക്സ് 2 അർത്ഥത്തിൽ 2 രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അർത്ഥം നിർവചിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒന്ന് ആസ് പ്ലൂറൽ നൗൺ, ബഹുവചന പ്രകാരം. 2 ആസ് സിംഗുലർ നൗൺ, ഏകവചന പ്രകാരം. ബഹുവചന പ്രകാരമാണ്, പ്ലൂറൽ നൗൺ പ്രകാരമാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ പ്ലൂറൽ നൗൺ പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ആസ് പ്ലൂറൽ നൗൺ സ്റ്റാറ്റിസ്റ്റിക്സ് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. പ്ലൂറൽ നൗൺ പ്രകാരം, ബഹുവചന പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യാപരമായ വിവരങ്ങളെയാണ് നമ്മൾ ബഹുവചന പ്രകാരം, പ്ലൂറൽ നൗൺ പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി സിംഗുലർ നൗൺ പ്രകാരം, ഏകവചന പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? ആസ് സിംഗുലർ നൗൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിനോട്ട്സ് വേരിയസ് മെത്തേഡ്സ് അഡാപ്റ്റഡ് ഫോർ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഏകവചന പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യാപരമായ വിവരങ്ങൾ ശേഖരിക്കാനും തരംതിരിക്കാനും അവതരിപ്പിക്കാനും വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും ഉപയോഗിക്കുന്ന വിവിധ മെത്തേഡുകളെയാണ്, രീതികളെയാണ് നമ്മൾ ഏകവചന പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലൂറൽ നൗൺ പ്രകാരം, ബഹുവചന പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സംഖ്യാപരമായ വിവരങ്ങളെയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷനെയാണ്, സംഖ്യാപരമായ വിവരങ്ങളെയാണ് നമ്മൾ ബഹുവചന പ്രകാരം, പ്ലൂറൽ നൗൺ പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഏകവചന പ്രകാരം, സിംഗുലർ നൗൺ പ്രകാരം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഇങ്ങനെ സംഖ്യാപരമായ വിവരങ്ങൾ ശേഖരിക്കാനും അവതരിപ്പിക്കാനും തരംതിരിക്കാനും വിശദീകരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വിവിധ മെത്തേഡുകളെയാണ്, രീതികളെയാണ് നമ്മൾ ബഹുവചന പ്രകാരം, ഏകവചന പ്രകാരം, സിംഗുലർ നൗൺ പ്രകാരം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2017 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ്. ഏകവചന പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അർത്ഥം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ആസ് സിംഗുലർ സെൻസ് or singular noun, statistics denotes various methods adapted for collection, presentation, analysis and interpretation of quantitative information or quantitative data. സംഖ്യാപരമായ വിവരങ്ങളെ ശേഖരിക്കാനും അവതരിപ്പിക്കാനും വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും ഉപയോഗിക്കുന്ന വിവിധ മെത്തേഡുകളെയാണ്, വിവിധ രീതികളെയാണ് നമ്മൾ സിംഗുലർ സെൻസ് പ്രകാരം, ഏകവചന പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. As singular sense, statistics denotes various methods adapted for collection, presentation, analysis and interpretation of quantitative information or quantitative data. Quantitative information അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ, സംഖ്യാപരമായ വിവരങ്ങളെ, പരിണാത്മകമായ ദത്തങ്ങളെ ശേഖരിക്കാനും അവതരിപ്പിക്കാനും വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും ഉപയോഗിക്കുന്ന വിവിധ മെത്തേഡുകളെയാണ് നമ്മൾ സിംഗുലർ സെൻസ് പ്രകാരം, ഏകവചന പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എൻ ഇൻഡിസ്പെൻസബിൾ ഓർ ഇൻവിറ്റബിൾ ടൂൾ ഫോർ ആൻ എക്കണോമിസ്റ്റ്. എക്കണോമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, പ്രധാനപ്പെട്ടൊരു ടൂളാണ്. ഇറ്റ് ഹെൽപ്പ് ഹിം ടു അണ്ടർസ്റ്റാൻഡ് ആൻ ഇക്കണോമിക് പ്രോബ്ലം. സമ്പദ് വ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിസ്റ്റുകളെ, സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരെ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട്. ലിസ്റ്റ് ദി അതർ ടു യൂസ്.
സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മറ്റു രണ്ട് ഉപയോഗങ്ങളെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റു രണ്ട് ഉപയോഗത്തിൽ ഒന്നാമത്തെ ഉപയോഗം എന്താണ്? ഇറ്റ് എനേബിൾസ് കമ്പാരിസൺ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്. വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, താരതമ്യ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഉപയോഗിക്കാം. വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിൽ ഒരു താരതമ്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, താരതമ്യ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാം. രണ്ടാമത്തെ മറ്റൊരു യൂസ് എന്താണ്? ഇറ്റ് സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. ആദ്യത്തെ ഉപയോഗം വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിൽ താരതമ്യ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തത് വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ബന്ധം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം. അപ്പോൾ ഈ രണ്ട് യൂസ് എഴുതി വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.